ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗ്രാനി 2 എക്സ്ട്രീം മോഡിലിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഗെയ്സ്. ഈ ഒരു ഗെയിം കളിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ മച്ചാൻ കമൻറ്റ് ചെയ്ത ഒരു ഗെയിമാണ് ഗെയ്സ് ഇത്. അപ്പോൾ മച്ചാന് വേണ്ടി നമ്മൾ ഗ്രാനി 2 എക്സ്ട്രീം മോഡിലിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗെയ്സ്, നമ്മുടെ വീഡിയോ എങ്ങനെ തുടങ്ങിയല്ലേ? എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പൊന്നോ, ഇത് ഏതോ കണക്ക ചെക്കണ്ട എന്നെ എടുത്ത് ഇതിൻ്റെ അകത്തെടുത്തിട്ട കേസ്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രാനി 2 അല്ലാതെ നോർമൽ മോഡൊക്കെ ഇട്ട് കളിച്ചിട്ടുണ്ട്. സംഭവം ഞാൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ എസ്കേപ്പ് ചെയ്തിട്ടുള്ളത് ഒന്ന് കാർ എസ്കേപ്പ്, പിന്നെ ഡോർ എസ്കേപ്പാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. നമുക്കപ്പം ഗ്രാനി 2 എക്സ്ട്രീം മോഡിൽ ഡോർ എസ്കേപ്പ് തന്നെ നമുക്ക് തുടങ്ങാം. ഡോർ എസ്കേപ്പിന് ആട്ടെ മോനെ, ഈ ഏതൊക്കെ കളവന്മാരുടെ റൂമിൽ നിന്ന് ഒരു ക്രോബാർ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നീ ക്രോബാർ ഇവിടെ എവിടെയെങ്കിലും എടുത്ത് റൂം അടച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് വെക്കണം. എൻ്റെ മോനെ, വേറെ ഒരു സാധനം കാണാനും ഇല്ല. ഇതിൻ്റെ അകത്ത് എടുത്തിടാം. നമുക്ക് ഇവിടെ നിന്ന് എടാ, ഓ സ്റ്റൺഗണ്. എടാ മോനെ, ഇത് ഉണ്ട്, ഒരെണ്ണം മതി. ഒരെണ്ണത്തി ഇട്ട് അവനെയൊക്കെ കൊല്ലാം. എടാ അമ്മോ, ഉപ്പു തള്ളയുടെ പകുതിയും കാലും വിറച്ചൊക്കെ ഇരിക്കണ. ഇതെന്തൊരു സാധനം? എന്തായാലും വീണ്ടും ലോഡ് ചെയ്ത ഈ സാധനമൊക്കെ ഇരിക്കണുണ്ട്. 15 സെക്കൻഡ് മാത്രമേ ഇവർ തരുള്ളൂടെ. ഇതിപ്പോൾ എങ്ങനെ എന്തെങ്കിലും സാധനം എടുത്താലേ പറ്റൂ. ഇതിൻ്റെ അകത്ത് 2 പേരുണ്ട്, ഗ്രാനി ഉണ്ട്, ഗ്രാൻഡ് പൈ ഉണ്ട്. ഇനി ഗ്രാൻഡ് പൈ എക്സ്ട്രീം മോഡായതുകൊണ്ട് പെട്ടെന്ന് കയറി വരും. അന്ന് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അത് എടാ മോനെ, കട്ടിംഗ് പ്ലെയർ കിട്ടിയടാ. ഈ സാധനം വെച്ച് എന്തിരിക്കേ, സ്റ്റൺ ഗണ്ണ് തന്നെ എടുക്കുക. സ്റ്റൺ ഗണ്ണാവുമ്പം ഈ ഇവനെയും കൂടെ നടിച്ചടാ. എൻ്റെ മോനെ, തള്ള മാത്രം ഫ്രണ്ടി പറഞ്ഞു. മറ്റേ ഗ്രാൻഡ് പേനയും കൂടെ അടിച്ചിട്ടാ. എന്ത് സാധനം? ഇതെങ്ങനെയെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിന് വേണ്ടി നമുക്ക് കളവൻ പണ്ടാരം 15 സെക്കൻഡേ ഉള്ളൂ. ബാക്കിൽ നിന്ന് ഗ്രാനി വല്ലതും കയറി വരുമോ? തള്ള അവിടെ ആകുമ്പോൾ കട്ടിംഗ് പ്ലെയർ എടുത്തിട്ടുണ്ട്. കട്ടിംഗ് പ്ലെയർ വെച്ച് ഈ സാധനം ഒന്ന് മുടുക്കി. പൊണ്ടാരം അടങ്ങി മോനെ, എൻ്റെ മോനെ. ഈ തൊള്ളേരെ മാത്രം 3 പ്രാവശ്യമാണ് ഇപ്പോൾ കൊന്ന്. സാധനം 15 സെക്കൻഡ് ആയിട്ട് പെട്ടെന്ന് കയറി വരും. കയറി അങ്ങ് വരൂടെ, അതാണ് പ്രശ്നം. ഇവിടെ നിന്ന് എടാ മറ്റേ ഇതിൻ്റെ പേര് ഇതല്ലേ, മറ്റേ എന്തോന്ന് ഈ നീല സാധനത്തിൻ്റെ ആ പാഡ്ലോക്ക് കീ അല്ലേ? ഓ, സെക്യൂരിറ്റി കീ ഉണ്ടെങ്കിലേ ഈ സാധനം പറ്റുള്ളൂ. ഓ, ഭാഗ്യത്തിന് സത്യം പറഞ്ഞാൽ കിളവൻ 15 സെക്കൻഡ് ആയിട്ട് വടിയായിട്ടുണ്ട്. അത് മതി എൻ്റെ മോനെ. എന്തായാലും ഈ ഗണ്ണ് നൈസേട്ടാ. ഓട്ടാ എന്നെ ഇവിടെ എർത്തടിച്ചിട്ടാണ് കിടക്കണം. നീ ഒരു കാര്യം ചെയ്യ, നൈസിനങ്ങ് കട. ഇവിടെ ഡോർ ഹാൻഡിലിൻ്റെ മറ്റേ ഈ സാധനമുണ്ട്, സെക്യൂരിറ്റി കീ. എന്തായാലും ആ കിളവൻ്റെ നിന്ന് അടിച്ച് മാറ്റിക്കൊണ്ട് കൊള്ളാം. ആ കിളവൻ വീണ്ടും പോയി നോക്കണം കേട്ടാ. 15 സെക്കൻഡ് ടൈമുള്ളൂടെ, അതാണ് പ്രശ്നം. ഇതിപ്പോൾ എങ്ങനെയെങ്കിലും കയറി അങ്ങ് പോയാൽ എടാ ഡോർ ഹാൻഡിൽ. ഈ സാധനം വേണ്ട, നമ്മൾ ഇതാണ് ഡോർ ഹാൻഡിൽ നിന്ന് മറ്റേ സ്റ്റിയറിങ്. അത് നമ്മുടെ ആവശ്യം നമുക്ക് മറ്റേ ഡോർ എസ്കേപ്പാണ് ചെയ്യാനുള്ള. എന്തായാലും എടാ വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. വെപ്പൺ കീ ഇവിടെ താഴെ ഇടുമ്പം ആ തള്ള വീണ്ടും കയറി ഇങ്ങ് വരും. എടാ മറ്റേ എൻ്റെ സ്റ്റൺ ഗൺ അവിടെ പോയി. സ്റ്റൺ ഗൺ അവിടെ വല്ലതും കാണുമെന്ന് തോന്നാം. സൗണ്ട് കേട്ടിട്ടും വന്നറാ. എടാ മോനെ, ഇങ്ങോട്ട് താഴെ ഇങ്ങോട്ട് വാ. അമ്മച്ചിക്ക് അങ്ങ് വരാൻ പറ്റുള്ള. ഇങ്ങോട്ട് വാണ മോനെ. അമ്മച്ചി ചിക്കൻ പൊരിച്ചത് നിങ്ങൾ വാങ്ങിത്തരാൻ. ഇങ്ങ് വാ. ചിക്കൻ പൊരിച്ചത് നിങ്ങളെ കെട്ടിയോനെ കൊണ്ട് കൊടുതള്ളേ. അയാൾക്ക് കൊളസ്ട്രോൾ അല്ലേ മോനെ, ഇങ്ങോട്ട് വാ. ഇതെന്ത് തള്ള, എൻ്റെ മുന്നോ സ്റ്റൺ ഗണ്ണും കാണാനില്ല. എന്നിരുന്നെങ്കിൽ വെടിവെച്ച് അങ്ങ് ഇട്ടായിരുന്നു. 15 സെക്കൻഡ് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി. എടാ മോനെ, തള്ള എന്താ പറയുക, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കുഴപ്പമില്ല. പക്ഷേ വേറൊരു പ്രശ്നം, കിളവൻ വല്ലതും കയറി താഴെ ഇങ്ങോട്ട് കയറി വരുമോ? ഇല്ല, കമ്പെടുത്തൊന്നും എറിയില്ലെന്നാണ് തോന്നുന്നത്. തള്ളയുടെ കയ്യിൽ കമ്പിരിക്കണം. എന്നിട്ട് പോലും നമ്മളെ തലയിട്ട് പോലും അടിക്കണ. ഇവിടെ കയറി എനിക്ക് നടുവയ്യാത്തോണ്ട് നിന്നെ ഇപ്രാവശ്യത്തേക്ക് ഞാൻ വിട്ടിരിക്കുന്നു. എൻ്റെ മോനെ, ആ തള്ള പോയി പറയും പോലെ. ഈ 2 സാമാനം ഞാൻ എടുത്ത് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നല്ല. ഒരു കാര്യം, ഈ സാധനം എടുത്ത് അങ്ങ് വീണ്ടും അങ്ങ് ഇട്ട് കൊടുക്കാം. തള്ള വീണ്ടും വരുമോ നോക്കിയിട്ട് അപ്പം എടുത്ത് അങ്ങ് വെടിവെച്ചിടാം. ഞാൻ നേരത്തെ എന്ത് അബദ്ധം കാണിച്ചത്. പക്ഷേ ഗണ്ണ് ഇവിടെ കിടന്നിട്ട് ഇല്ലെങ്കിൽ ഈ വഴി പറഞ്ഞതിനെ കാട്ടിയെന്താ ഈ ഹോൾ വഴി പോയാൽ തള്ള പെട്ടെന്ന് അങ്ങ് എത്തും. സൗണ്ട് കേട്ട് 15 സെക്കൻഡേ ഉള്ളൂ, ടൈമില്ല. പെട്ടെന്നങ്ങ് ഗണ്ണിൻ്റെ ഈ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ കിടതള്ളേ. വേറെ എടാ മോനെ, വീണ്ടും തള്ള പറഞ്ഞു. തള്ളേന്ന് കിളവൻ വന്ന് ഒരു വെടിക്ക് 2 പക്ഷികൾ. ഓക്കെ,
ഞാൻ ഇവിടെയല്ലേ മറ്റേ സാധനം അതാ കിട്ടി. ഈ സാധനം എവിടെ വെക്കണം? റൂമിൽ കൊണ്ട് തള്ളിയാലോ? അവിടെ അത് കിടക്കണ്ട്. വേറെ നമ്മളെ സ്റ്റൺ ഗണ്ണ് കിടക്കണ്, കുറേ ഐറ്റങ്ങൾ കിടക്കുന്നുണ്ട്. ഇതെന്തൊരു മറ്റേ കീ അല്ലേ? മറ്റേ വെപ്പൺ കീ എടുത്ത് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. നമുക്ക് ഉള്ള മെയിൻ ഐറ്റങ്ങളെല്ലാം എടുത്ത് കൊണ്ടുവരിക. കട്ടിംഗ് പ്ലെയർ വേണമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഡോർ ഹാൻഡിലിൻ്റെ ഈ പരിപാടി വേണം. പിന്നെ സ്റ്റൺ ഗണ്ണ് മെയിനായിട്ട് വേണം. സ്റ്റൺ ഗണ്ണ്, പിന്നെ ഈ സേഫ്റ്റി അല്ല ഇതിൻ്റെ വേന്തോ മറ്റേ പാഡ്ലോക്ക് ഈ സംഭവം വെച്ചിട്ടുണ്ട്. സ്റ്റൺ ഗണ്ണ് ഉള്ള ഇപ്പം തന്നെ എല്ലാ 15 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എവിടെയല്ലേ മറ്റേ ഇടവഴി? അതെ ഇവിടെ തന്നെ ഡോർ ഹാൻഡിലും ഉള്ള നമുക്കൊരു കാര്യം ചെയ്യാം. ഉള്ള എല്ലാ സാധനവും എടുത്ത് ഓട്ടയിൽ അങ്ങ് ഇടാം. എന്തായാലും താഴെ അങ്ങും പോകില്ല. നമ്മളും കൂടെ അങ്ങ് കയറി അങ്ങ് ഇരിക്കുമ്പോൾ താഴെ മൊത്തത്തിൽ അങ്ങ് പോകും. അതാകുമ്പോൾ വലിയ പ്രശ്നമില്ല. മറ്റേത് എല്ലാം കൂടെ എടുത്ത് പോകുമ്പോൾ ഭയങ്കര ടൈം തീരും. ഇതാകുമ്പോൾ നമ്മളെ ബുദ്ധി എപ്പിടി ഇருக்கு ബുദ്ധി മെയിനായിട്ടുള്ള ഇനി ഒരു സ്റ്റൺ ഗണ്ണും കൂടെ എടുത്ത് ഇപ്പം വല്ലോ ആ തള്ള വല്ലതും കയറി വന്ന ഒരെണ്ണം കൊടുത്തിട്ടങ്ങ് താഴെ പോകായിരുന്നു. പക്ഷേ വന്ന് ഇനി ഒരു പരിപാടിയില്ല, നേരെ അങ്ങ് അകത്ത് കയറുക. നമ്മളെ ബുദ്ധി എപ്പിടി ഇருக்கு. ഓക്കെ ഉള്ള ആദ്യം ഡോർ ഹാൻഡിൽ എടുക്കുക. നേരെ ഇവിടെ മറ്റേ ഈ സാധനം ഉണ്ടല്ലോ, എന്തൊരു ഐറ്റം വെക്കണമല്ലോ, ഇതിൻ്റെ പേരെന്തോന്ന്, ക്രൂബാറ ഐറ്റം എടുത്ത് ഇവിടെ കൊണ്ടുവരണം. ഒരുമാതിരിപ്പെട്ട ഒരു ഡോറ്, ഈ ഡോർ എടുത്ത് നമുക്ക് പൊക്കാം. മറ്റേ ഒരു കീ ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്തോന്ന്, മറ്റേ വെപ്പൺ കീ വെച്ച് മറ്റേ ഷോട്ട് ഗൺ അങ്ങ് പുറത്തെടുക്കാം കേട്ടോ. ഷോട്ട് ഗണ്ണ് 2 ഉണ്ടേ ഉള്ളൂ. വേറെ ഏതൊക്കെയൊക്കെയോ ഉണ്ട്, കുറേ സ്ഥലത്ത് കിടക്കുന്നുണ്ട്. നമുക്കാദ്യം പാഡ്ലോക്ക് കീയും കൊണ്ട് അങ്ങ് പോവാം. പാഡ്ലോക്ക് കീ കൊണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് വേറെ സ്റ്റൺ ഗണ്ണും നല്ല ആവശ്യമുള്ളൊരു ഐറ്റമാണ്. സ്റ്റൺ ഗണ്ണില്ലെങ്കിൽ പണിയാവും. ഇപ്പം ഷോട്ട് ഗൺ എടുത്താൽ പിന്നെ വീണ്ടും, പക്ഷേ ഷോട്ട് ഗണ്ണിൽ 30 സെക്കൻഡാണ് തള്ളയുടെയും മറ്റേ കളവൻ്റെയും ഇതുള്ള സെക്കൻഡ് അവിടെ അനങ്ങാതിരിക്കും. ഇപ്പോൾ വീണ്ടും വരുമെന്നാണ് തോന്നണം. എന്തോ ഒരു ശബ്ദം കേട്ട പോലേക്ക് വന്നറ ഭാഗ്യം. ഈ കിളവിനെ തട്ടിയിട്ടുണ്ട്. 15 സെക്കൻഡ് ഇവിടെ കയറി കിടക്കും. ഇനി കിളവനും കൂടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇപ്പം അങ്ങ് തീർത്തിട്ട് വിടായിരുന്നു. വന്നറ കൊല്ല്. വിറക്കണ ഈ കിളവന്മാരൊക്കെ വിറച്ചങ്ങ് വരണം. പൊന്നു പണ്ടാരം ആ ടൈമിലങ്ങ് പോയില്ലെങ്കിൽ ചത്ത് കിടക്കോളിയാ. ഈ മറ്റേ സ്റ്റൺ ഗൺ എടുത്ത് ഇവിടെ വല്ലതും വെച്ചിരിക്കാം. പിന്നെ വേറെ ഏതോ ഒരു ഐറ്റം ഉണ്ടല്ലേ, അതിൻ്റെ പേരൊന്നും നമ്മൾ നേരെ ഇവിടെ താഴെ എന്തോ പോകുമ്പോൾ എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. എന്താ പറയുക, സ്പെഷ്യൽ കീയാ ഐറ്റം കിടക്കട്ടെ. സ്പെഷ്യൽ കീ വെച്ചിട്ട് മറ്റേ സ്റ്റൺ ഗൺ ഞാൻ എവിടെ വെച്ചാൽ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓണാക്കി ഇടിക്കാം. എന്തെങ്കിലും വല്ലതും എടാ 15 സെക്കൻഡ് തീർന്നേ. വീണ്ടും കയറി വരാൻ നല്ല ടൈമുണ്ട്. 15 സെക്കൻഡ് കഴിഞ്ഞത് കൊണ്ട് നമ്മൾ അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. എടാ ഒളിച്ചിരിക്കണ്ട മനുഷ്യ, പെട്ടെന്ന് ഈ ചെറുക്കതാ ഇപ്പൊ നമ്മളെ കൊന്ന് പോകും. ഞാനല്ലാതെ പിന്നെ ആര് മോളെ, ഞാൻ ഇപ്പൊ വരാം. എങ്ങനെയെങ്കിലും പെട്ടെന്ന് അങ്ങ് തീർക്കണം. എന്തായാലും തള്ളയും കളവന്മാരും എല്ലാം അങ്ങ് പോയി. സ്പെഷ്യൽ കീ വെച്ചിട്ടൊരു പരിപാടിയുണ്ട്. നേരെ നമുക്ക് ആദ്യം ഡോർ എസ്കേപ്പാണ് പരിപാടി ചെയ്യാനുള്ള. ഉള്ള പാഡ്ലോക്ക് കീ, സ്പെഷ്യൽ കീ, എല്ലാ സാധനവും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ ഡോറിൻ്റെ പരിപാടി ഭാഗ്യോടാ, കറക്റ്റ് ടൈമിൽ ആ സ്പെഷ്യൽ കീ അവിടെ കിട്ടിയോണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഓപ്പണായി. ഇനി ഷോട്ട് ഗണ്ണ് വെച്ചിട്ട് കാര്യമുണ്ടോയെന്നറിയില്ല. ബട്ട് 30 സെക്കൻഡ് തള്ളയും കളവന്മാരെയും എല്ലാ എണ്ണത്തിനും ഇവിടെ പിടിച്ച് നിർത്തണം. ആദ്യം ഐറ്റം വരുന്നുണ്ടെന്ന് തോന്നണേ കേട്ടോ, അടി എൻ്റെ മോനെ. ഇതിൻ്റെ അകത്ത് ഷോട്ട് ഗണ്ണിൻ്റെ ഉണ്ട തീരാറായിട്ട് ഒരു ഉണ്ടയും കൂടെ മിസ്സായാൽ പിന്നെ കിളവന്മാർ എടുത്തിട്ടടിക്കും. അടി മോനെ, ഉണ്ട തീർന്നു. ഇനി ഉണ്ടയൊക്കെ ഇനി എവിടെ കിടന്ന് കാണാൻ പോലും അറിഞ്ഞൂടാ. നമുക്ക് പാഡ്ലോക്ക് വെച്ചിട്ട് ഇവിടുത്തെ സാധനം അങ്ങ് മോനെ ലോക്ക് മാറ്റിയേ. ഇനി അടുത്ത് ക്രോബാർ എടുത്ത് മൂരാമേ. ഇനി ആ കമ്പിയൊക്കെ എങ്ങനെയാ മാറ്റണം? പണ്ടാരം 30 സെക്കൻഡ് തീരാറായിന്ന് തോന്നാം. കിളവന്മാരെ ഒന്നും കാണാൻ പോലും ഇല്ല. മറ്റേ ഈ സാധനം കിട്ടിയ പേരെന്തോ വ്രഞ്ച് നമ്മളെ മറ്റേ സ്ക്രൂ ഡ്രൈവർ അതുപോലത്തെ കുറച്ച് ഐറ്റമാണ് സാധനം. താഴെ കിളവന്മാരെ ഒന്നും കാണാനില്ല. നമ്മൾ അടിച്ചിട്ടേ അല്ലേ ഇവന്മാരെയൊക്കെ സ്റ്റൺ ഗൺ എടുക്കാം. കാരണം മറ്റേതിൻ്റെ 2 ഉണ്ടേയും പോയി കാണും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ശബ്ദം കേട്ടിട്ട് വരാതിരിക്കാൻ സാധ്യത കുറവാണ്. എന്തായാലും വരുമെന്നാണ് തോന്നാം. ടൈമും പോണേ, കിളവന്മാരെ കാണാനുമില്ല. നമ്മൾ 30 സെക്കൻഡിലേ ടൈം കിടന്ന്, എന്നാലും വരാതിരിക്കാൻ സാധ്യത ഇല്ലാത്തതാണല്ലോ. വരണമില്ല. എത്ര ശബ്ദം ഉണ്ടാക്കിയാലും വരൂല. വന്ന് ചോക്കടിപ്പിച്ചിട്ടുണ്ട്. കള അടക്കട. ഇനി അടുത്ത്
അമ്മോ, ഇതെന്തൊരു കളവന്മാര് കാണിക്കണം. ഇയാളെ നേരത്തെ ഞാൻ അവിടെ ഇട്ടല്ലേടാ തട്ടിയത്, പിന്നെ ഇത് എവിടെ നിന്ന് കയറി വന്നാന്തോ. ഇനി എന്തായാലും നമ്മളെ ഫൈനൽ പരിപാടിയും കൂടെ ഉള്ളു ഗൈസ്. എടി ഈ സാധനം മറ്റേ സ്റ്റിയറിംഗ് അല്ല കേട്ടോ, മറ്റേ ഹാൻഡ് വീലാണ്. ഇത് ഇവിടെ ഏതോ ഒരു സാധനത്തിൽ സ്ക്രൂ ചെയ്ത് വെക്കണമല്ലോ. ഇവിടെ തന്നെ ഓക്കെ അത് കറങ്ങിയിട്ടുണ്ട്. ഈ സാധനം കറങ്ങുമ്പോഴാണ് അവിടെയുള്ള സകല കമ്പികളും എല്ലാം മാറുന്ന സംഭവം. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത് ഹാൻഡ് വീലാണോ എന്തൊരു സാധനമാണെന്ന്. പിന്നെ എങ്ങനെ മനസ്സിലായത് ഈ കമ്പി ഇതെങ്ങനെ വരുമെന്നാണ്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അതിസാഹസ്യമായി ഡോർ എസ്കേപ്പ് ചെയ്യാൻ പോകുന്നു. 1 2 3 ലൈക്ക് സബ്സ്ക്രൈബ്. എടാ കള്ളക്കിളവാ, തന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവനെ പിടിക്കണം അവൻ പോകുന്നു. ഇവ ഓരോ സാഹസം കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞാടി സുശീലേ. ഒരു കാര്യം ചെയ്യും, അവിടെ കിടക്കുന്ന അംബാസഡർ എടുത്ത് വേറെ എവനെങ്കിലും പൊക്ക്. ഈ കിഴങ്ങന്മാരെ വല്ലതും പൊക്കിക്കൊണ്ട് വന്നാലാണ്. അതിന് കാറിൽ പെട്രോൾ അടിക്കാൻ നിന്റെ അപ്പം വെച്ചിരിക്കണ പൈസ തന്നെ ഞാനിന്ന് കൊല്ലും. അയ്യോ വേണ്ട അമ്മ. I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep, wonder but my body won't decay, cause my message is